അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ള കന്യാസ്ത്രീകൾക്ക് സമാധാനം. ഏതാണ്ട് 9 ദിവസം നീണ്ട കാരാഗൃഹവാസത്തിനൊടുവിൽ മലയാളികളായ 2 കന്യാസ്ത്രീകൾക്ക് ബിലാസ്പൂരിലെ NIA കോടതി ജാമ്യം അനുവദിച്ചു. മനുഷ്യക്കടത്തടക്കമുള്ള ഗുരുതരമായ കുറ്റാരോപണങ്ങളാണ് ഈ സാധുക്കൾക്കെതിരായിട്ട് BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡിലെ പോലീസ് ചുമത്തിയത്. പോലീസ് കുറ്റം ചുമത്തുന്ന ആളുകളെല്ലാവരും തന്നെ നിരപരാധികളാണ്, നമുക്കറിയാം. ഇനി നമുക്ക് ആർക്കും അറിയില്ലെങ്കിൽ തന്നെ മലയാള മനോരമയ്ക്കും മാതൃഭൂമിക്കും കേരളത്തിലെ UDF LDF രാഷ്ട്രീയ നേതാക്കന്മാർക്കും അറിയാം. അതുകൊണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു എന്ന് കേട്ട ഉടനെ കേരളത്തിൽ നിന്നൊരു വലിയ ചുഴലി കൊടുങ്കാറ്റ് വടക്കേ ഇന്ത്യയിലേക്ക് വീശിയടിച്ചു. ഇവിടെ പത്രങ്ങളൊക്കെ അവരുടെ 1-ാം പേജിൽ വെണ്ടക്കയും വഴുതനങ്ങയും മത്തങ്ങയും ചേനയും ഒക്കെ നിരത്തി. മലയാള മനോരമ ധാർമ്മിക രോഷം സഹിക്കാൻ വയ്യാതെ അന്ന് മധുരമനോഹരമായ ഒരു മുഖപ്രസംഗം എഴുതി. മാത്തുക്കുട്ടി ചായൻ്റെ മക്കൾ നടത്തുന്ന പത്രം ഇതുപോലെ ഒരു മുഖപ്രസംഗം എഴുതുമെന്ന് അറിയാവുന്നത് കൊണ്ട് മാതൃഭൂമിക്കാരനും വിട്ടുകൊടുത്തില്ല. അതിയാനും ഒരു ഗംഭീരമായ മുഖപ്രസംഗം പാസ്സാക്കി. ഏഷ്യാനെറ്റ്, മാതൃഭൂമി, മനോരമ, 24 ന്യൂസ്, റിപ്പോർട്ടർ എല്ലാവരും പ്രാദേശികമായും ദേശീയമായും അന്തർദേശീയമായും ഈ വിഷയത്തെ വിലയിരുത്തിക്കൊണ്ട് രാത്രി 8 മണിക്കും 9 മണിക്കും 9:30 മണിക്കുമൊക്കെ പ്രത്യേക ബുള്ളറ്റിനുകൾ പുറപ്പെടുവിച്ചു എന്ന് മാത്രമല്ല, ചർച്ചയും ഗംഭീരമായിട്ട് നടത്തി. പക്ഷേ ഏറ്റവും ഗംഭീരമായിട്ട് സ്കോർ ചെയ്തത് സത്യത്തിൽ ദീപിക പത്രമോ അല്ലെങ്കിൽ അവരുടെ ഷെക്കീന ചാനലോ ആയിരുന്നില്ല. ആ മഹത്തായ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് നമ്മുടെ നാട്ടിലെ SDPI എന്ന് പറഞ്ഞ ഒരു മഹാസംഘടനയും അതിൻ്റെ എളിയ പ്രവർത്തകരും പിന്നെ മൗദൂദി ചാനലിലെ അടുപ്പൂട്ടി ചർച്ചക്കാരുമായിരുന്നു. ഇവർക്കെല്ലാവർക്കും വലിയ സന്തോഷമായി. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിലല്ല സന്തോഷം, കേരളത്തിലെ സാധുക്കളായ കത്തോലിക്കർക്ക്, ക്രിസ്ത്യാനികൾക്ക് പൊതുവിലും കത്തോലിക്കർക്ക് വിശേഷിച്ചും BJPയെ കുറിച്ചുണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ നീങ്ങിയല്ലോ എന്ന് കരുതി ഇവർ ഹല്ലേലൂയ വിളിക്കുക, ദൈവത്തിൻ്റെ സ്തോത്രം പറയുകയും ചെയ്തു. നിരപരാധികളായ കന്യാസ്ത്രീകൾ കാരാഗൃഹത്തിൽ കിടക്കുന്നതോടുകൂടി കേരളത്തിലെ കത്തോലിക്കർ ആരും തന്നെ ഇനിമേലിൽ BJPക്ക് വോട്ട് ചെയ്യുകയില്ല എന്നവർ സമാശ്വസിക്കുകയും സന്തോഷിക്കുകയും ദൈവമഹത്വത്തെ ഓർത്ത് ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ കാരാഗൃഹവാസം തുടരുമ്പോൾ തന്നെ കേരളത്തിലെ BJPക്കാർക്കൊരു ഉത്തരവാദിത്വ ബോധമുണ്ട്. ഉടനെ തന്നെ അനൂപ് ആൻ്റണിയും ഷോൺ ജോർജും പാർട്ടിയുടെ പുതിയ കൈകാര്യകർത്താവായ രാജീവ് ചന്ദ്രശേഖറും ഒത്തൊരുമിച്ച് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി. അവർ പ്രധാനമന്ത്രിക്ക് ടെലഗ്രാം അടിക്കുകയും നമ്മുടെ അമിത്ഷായെ നേരിട്ട് കണ്ട് പറയുകയും. അപ്പോഴത്തേക്കും കേരളത്തിലെ MP മാരെല്ലാവരും തന്നെ കടന്നൽക്കൂട്ടിൽ കല്ലിട്ട പോലെ ബിലാസ്പൂർക്ക് വച്ചടിച്ചു. ഹാരിസ് ബീരാനും ആൻഡോ ആൻ്റണിയും അതുപോലെ ബെന്നി ബെഹനാനും എല്ലാം കൂടി ഡൽഹിയിൽ ചെന്നിറങ്ങി. ഇവർ പോകുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ LDFകാർക്ക് പിന്നെ പോകാതിരിക്കാൻ നിർത്തിയില്ല. നമ്മുടെ ഡബിൾ എ റഹീമിൻ്റെ നേതൃത്വത്തിൽ വേറൊരു സംഘം അങ്ങോട്ട് പോയി. അവിടെ വൃന്ദാകാരാട്ടും ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ആനി രാജയും ഉണ്ടായിരുന്നു, മറ്റ് MP മാരും ഉണ്ടായിരുന്നു, MP മാരല്ലാത്ത ആളുകളും ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടി അവിടെ ജയിലിൽ ചെന്ന് ഈ കന്യാസ്ത്രീകളെ സന്ദർശിക്കാൻ ശ്രമിച്ചപ്പോൾ സമയം കഴിഞ്ഞു പോയി, നാളെ വരൂ എന്ന് പറഞ്ഞ് അവർ മടക്കി അയച്ചു. അതുകൊണ്ട് മനസ്സ് മടുക്കാതെ അവർ പിറ്റേ ദിവസം വരെ കാത്തു നിന്ന് കന്യാസ്ത്രീകളെ കാണുകയും ആലിംഗനം ചെയ്യുകയും അതിൻ്റെ ഫോട്ടോ എടുത്ത് ദേശാഭിമാനിയിലും കൈരളി ചാനലിലും മാത്രമല്ല ബൂർഷ്വാ ചാനലുകൾക്കും ബൂർഷ്വാ പത്രങ്ങൾക്കും ഒക്കെ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ തൽക്കാലത്തേക്ക് അവർ നിർവൃതി അനുഭവിച്ചു. അതേസമയത്ത് UDFകാർ വന്നു, അവരും ഇത് തന്നെ ആവർത്തിച്ചു. എല്ലാവരും ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി മുട്ടുകുത്തി കർത്താവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. ഇവരുടെയൊക്കെ പ്രാർത്ഥന ഏതായാലും വിഫലമായില്ല. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക്, അത് രാജീവ് ചന്ദ്രശേഖർ ആയാലും ശരിയാണ്, അനൂപ് ആൻ്റണി ആണെങ്കിലും ശരിയാണ്, ഹാരിസ് ബീരാനാണെങ്കിലും ശരിയാണ്, ഇനി SDPIക്കാരാണെങ്കിലും മൗദൂദി ചാനലുകാരാണെങ്കിലും ഈ പ്രാർത്ഥനകൾ ഒരിക്കലും വിഫലമാകുകയില്ല. അങ്ങനെ പ്രാർത്ഥന ദൈവ തിരുസന്നിധിയിൽ എത്തുകയും NIA കോടതിയിലെ ജഡ്ജി ജാമ്യം അനുവദിക്കുകയും ചെയ്തു. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, കേരളത്തിലെ കത്തോലിക്കരും മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. നിരപരാധികളായ നിഷ്കളങ്കരായ നേർബുദ്ധികളായ നമ്മുടെ കന്യാസ്ത്രീ സഹോദരിമാർ തടങ്കലിൽ നിന്ന് പുറത്തു വരണമേ എന്ന് അവരും പ്രാർത്ഥിച്ചു. മറ്റ് സഭാധ്യക്ഷന്മാരും, ഓർത്തഡോക്സ് സഭ, യാക്കോബായ സഭ, മാർത്തോമാ സഭ, പിന്നെ ക്ലിമ്മിസ് കാത്തോലിക്ക ബാവ, ഇവരെല്ലാവരും
മോചനത്തിന് വേണ്ടി മുട്ടിപ്പോയി പ്രാർത്ഥിച്ചു. ഇത് പറയുമ്പോൾ ഒരു തമാശ എനിക്ക് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. പണ്ട് ഈ റഷ്യയിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണം നിലനിന്നിരുന്ന കാലത്ത് കേരളത്തിലെ കത്തോലിക്കർ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയിൽ നടത്തിയിരുന്ന ഒരു അപേക്ഷ ഉണ്ടായിരുന്നു. അത് റഷ്യയെ നിരീശ്വരവാദികളുടെ പിടിയിൽ നിന്ന് രക്ഷിക്കണമേ എന്നായിരുന്നു. റഷ്യയിൽ കത്തോലിക്കർ വളരെ കുറവാണ്. അവിടെ റഷ്യൻ ഓർത്തഡോക്സുകാരായ ക്രിസ്ത്യാനികളാണ് ഉള്ളത്. അവരനുഭവിക്കുന്ന പീഡാനുഭവങ്ങളിൽ അനുഭവം പ്രകടിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത വലിയ ഈ പ്രാർത്ഥന പാരമ്പര്യമുള്ളവരാണ് കേരളത്തിലെ കത്തോലിക്കർ. അപ്പോൾ പിന്നെ സ്വന്തക്കാരായ കന്യാസ്ത്രീകൾ, അത് മലയാളികളായ കന്യാസ്ത്രീകൾ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ അവർ ഏത് രീതിയിലായിരിക്കും പ്രാർത്ഥിക്കുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഏതായാലും റഷ്യയിലെ ഓർത്തഡോക്സുകാരെ രക്ഷിക്കാനായിട്ട് മിഖായിൽ ഗോർബച്ചേവ് ഉണ്ടായ പോലെ ഇവിടെ ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഈ കന്യാസ്ത്രീകളെ ഉടനെ തന്നെ മോചിപ്പിക്കും, അവരുടെ ജാമ്യ ഹർജിയെ എതിർക്കുകയില്ല എന്ന് ഈ സർവശക്തനായ അമിത്ഷാ അരുളി ചെയ്തു. അതിനുശേഷവും പ്രോസിക്യൂട്ടർ ജാമ്യാപേക്ഷയെ എതിർത്തു. അപ്പോൾ ഇവിടുത്തെ മൗദൂദികളും മനോരമക്കാരും ഒക്കെ സന്തോഷിച്ചു. ഇതാ അമിത്ഷാ പറഞ്ഞിട്ടും പ്രോസിക്യൂട്ടർ കേട്ടില്ല. പ്രോസിക്യൂട്ടർ വാദിക്കാതിരുന്നിട്ടും ജാമ്യം കിട്ടുകയില്ല എന്ന രീതിയിൽ സന്തോഷിച്ചു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? പ്രോസിക്യൂട്ടർ എതിർത്തിട്ട് പോലും വിചാരണ കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. നല്ലവരായ കന്യാസ്ത്രീകൾ ഇതോടെ പുറത്തിറങ്ങും എന്ന കാര്യം ഉറപ്പായി. ഏതായാലും ഇതോടുകൂടി പാമ്പ്ളാനി പിതാവ് UDFന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കും. 140 മണ്ഡലങ്ങളിലും സത്യവിശ്വാസികളെ ഒരുക്കിക്കൊള്ളുക. നിങ്ങളുടെ വോട്ട് കൈപ്പത്തി അടയാളത്തിൽ അല്ലെങ്കിൽ കോണി അടയാളത്തിൽ, അതുമല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ ചിഹ്നമായ ആട്ടോറിക്ഷ അടയാളത്തിൽ ചെയ്ത് നമ്മുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് പറയുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. അങ്ങനെ ഒരു പേടി സ്വപ്നം ഉള്ളതുകൊണ്ടാണ് ഗോവിന്ദൻ മാഷ് ഈ കന്യാസ്ത്രീയുടെ വീട്ടിൽ ചെല്ലുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഐക്യദാർഢ്യം അറിയിക്കുകയും ചെയ്തു. പിന്നെ ജോൺ ബ്രിട്ടാസും ഒക്കെ സന്ദർഭത്തിനൊത്ത് ഉയർന്നു. കത്തോലിക്കരുടെ വോട്ട് ഇത്തവണ നമുക്ക് കിട്ടും എന്ന് അവരും വ്യാമോഹിച്ചു. കോൺഗ്രസ്സുകാർ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചു. കാരണം കാലാകാലങ്ങളായിട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നവരാണ് കേരളത്തിലെ കത്തോലിക്കർ. പക്ഷേ പാമ്പ്ളാനി പിതാവ് ഇവരുടെ പ്രതീക്ഷകളെ തച്ചുടച്ചുകൊണ്ട് അമിത്ഷാ വാക്ക് പാലിച്ചു. അല്പം വൈകിയെങ്കിലും നീതി ലഭിച്ചു. കന്യാസ്ത്രീകളെ മോചിപ്പിക്കുന്നതിൽ സഭയ്ക്കും സന്തോഷമുണ്ട്, നമുക്കും സന്തോഷമുണ്ട്. BJPക്കാരുടെ സന്തോഷത്തിൽ സഭയും പങ്കുചേർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാവങ്ങളുടെ മുഴുവനും സ്വപ്നങ്ങളെ തച്ചുടക്കുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത്. ഇതിനർത്ഥം കേരളത്തിലെ കത്തോലിക്കരെ എല്ലാവരും അടുത്ത തെരഞ്ഞെടുപ്പിൽ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യും എന്നല്ല. കത്തോലിക്കർ വെറും പൊട്ടന്മാരൊന്നുമല്ല, നല്ല ബുദ്ധിയും വിവരവും വിവേകവും ഉള്ളവരാണ്. അവരെ വോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും പരിഗണിച്ച് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ. കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണോ, കേരള കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണോ, CPMന് വോട്ട് ചെയ്യണോ, അതല്ല മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യണോ, BJPക്ക് വോട്ട് ചെയ്യണോ എന്നൊക്കെ ആലോചിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ബുദ്ധിയും സ്വന്തം യുക്തിയും ഉപയോഗിച്ച് വോട്ട് ചെയ്യാൻ കഴിവും പ്രാപ്തിയും ഉള്ള ആളുകളാണ് കേരളത്തിലെ കത്തോലിക്കർ എന്ന കാര്യം ഒരുപക്ഷെ കത്തോലിക്കർ സമ്മതിച്ചില്ലെങ്കിൽ പോലും ഞാൻ അത് സമ്മതിക്കും എന്നല്ല, അത് അംഗീകരിക്കും. അതുകൊണ്ട് വോട്ടിന് വേണ്ടി ഇവർ നടത്തിയ നാടകങ്ങളൊക്കെ കാണാനും അത് മനസ്സിലാക്കാനും അതിനെ അർഹിക്കുന്ന അവജ്ഞയോട് തള്ളിക്കളയാനും ഒക്കെ കത്തോലിക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ബുദ്ധിയുണ്ട്, വിവരവുമുണ്ട്, വിവേകവുമുണ്ട്. ഇതര ക്രൈസ്തവ വിഭാഗങ്ങളും ബുദ്ധിയുടെ കാര്യത്തിൽ, രാഷ്ട്രീയമായ വിവേകത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും തന്നെ പിന്നിലല്ല. അവരുടെ വോട്ടിന് വേണ്ടി ബിലാസ്പൂരിൽ പോയവരും ഡൽഹിക്ക് പോയവരും ടെലഗ്രാം അടിച്ചവരും പ്രതിഷേധ പ്രകടനം നടത്തിയവരും റോഡ് ഉപരോധിച്ചവരും ഒക്കെ ഇളിപ്പിരാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവരുടെ കാര്യം കട്ടപ്പുകയാകും എന്ന് ബൈബിളിലെ ഒരു വാക്യവും ഉദ്ധരിക്കാതെ തന്നെ എനിക്ക് പറയാൻ കഴിയും. ഏതായാലും കന്യാസ്ത്രീകളുടെ മോചനത്തിൽ ഉള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ഈ വോട്ടിന് വേണ്ടി ബിലാസ്പൂരിലും ഡൽഹിയിലൊക്കെ പോയി ഇളിപ്പിരായ ഈ വിഡ്ഢികളായ രാഷ്ട്രീയ നേതാക്കന്മാരെ കർത്താവ് തമ്പുരാൻ തന്നെ രക്ഷിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവിൽ നിങ്ങളുടെ സഹോദരൻ. ആമേൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.